എലിസബത്ത് ആൻ്റണിയൊന്നും ഞാൻ സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ എലിസബത്ത് ആൻ്റണിയുടെ പ്രോത്സാഹനമുണ്ട് അനിലിന്. കാരണം എലിസബത്ത് ആൻ്റണിയുടെ പ്രോത്സാഹനമുണ്ട്. കാരണം ഞാൻ അനിലിനെ എൻ്റെ പണം, അനിൽ പറഞ്ഞല്ലോ എൻ്റെ പണം, അദ്ദേഹം എൻ്റെ കോള് ബ്ലോക്ക് ചെയ്ത് ഞാൻ പല പല ആവശ്യങ്ങൾ ഉന്നയിച്ചെന്ന്. 9868 എന്ന് പറഞ്ഞാൽ നമ്പർ പറഞ്ഞു, നമ്പർ ഇപ്പോൾ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഫോൺ അദ്ദേഹം AK ആൻ്റണി കൃഷ്ണമേനോൻ മാർഗിൽ നിന്ന് ജന്തർ മന്ദർ റോഡിലേക്ക് പോയപ്പോൾ അവിടുത്തെ ചില മുറികളിൽ വർക്ക് ചെയ്യൂല. ഞാൻ ജന്തർ മന്ദർ വീടിൻ്റെ ബാധിക്കൽ ചെന്നിട്ട് സ്ലിപ്പ് എഴുതി കൊടുക്കും ഞാൻ ഔട്ട് സൈഡിലുണ്ടെന്ന്. ഇയാൾ ആ ഫോൺ ചില റൂമിലേക്ക് മാറ്റി വെച്ച് അവിടെ നെറ്റ്വർക്ക് കിട്ടില്ലായിരുന്നു. അങ്ങനെ തന്നെ ഒരുപാട് തവണ അവിടെ നിർത്തിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ഞാൻ കംപ്ലയിൻറ്റ് തയ്യാറാക്കി CBIയിലേക്ക് കൊടുക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് ഈ 14 കാലഘട്ടം NDA വന്ന്. അന്ന് കേസ് കൊടുക്കും, വ്യാപകം എടുക്കും. കാരണം ഇവർക്കൊന്നും ഒരു പുതിയ ഗവൺമെൻറ്, അതും AK ആൻ്റണിയുടെ മകനെക്കുറിച്ചുള്ള പരാതി, ഞാനും പെടും, ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടും. കാരണം ഞാൻ ചെയ്തേക്കണം. പക്ഷേ PT തോമസും PJ കുര്യനും അത് പറഞ്ഞ് പ്രസിഡൻറ്റിന്, PJ കുര്യൻ എന്നോട് പറഞ്ഞ പേര് പ്രസിഡൻറ്റിന് ബുദ്ധിമുട്ട് വന്നൊരു കാര്യം ചെയ്ത് അങ്ങനെ പ്രസിഡൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ബുദ്ധിമുട്ടില്ല, എൻ്റെ പണം തിരിച്ചു തന്നാൽ മതി, അതിന് ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞ് PT തോമസ് ഇടപെട്ടു. AK എന്നോട് പറഞ്ഞു ഇല്ലെന്നറിയില്ല. പിന്നെ ആഴ്ചകളായി 4 തവണയായിട്ട് എറണാകുളത്ത് കൊണ്ടുവന്ന് ക്യാഷായിട്ട് എൻ്റെ പണം തിരിച്ചു തന്നു. അത് കാരണം ഞാൻ ഒരു ദിവസം ഈ അനിലിനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എലിസബത്ത് ആൻ്റണി പുറത്ത് നിന്ന് വരുന്നു. അതിനുശേഷം എലിസബത്ത് ആൻ്റണി തിരിച്ച് കയറിയിട്ട് പിന്നെ പുറത്തേക്ക് വന്നില്ല. കാരണം അപ്പോൾ എനിക്ക് എലിസബത്ത് ആൻ്റണിയോട് പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ എലിസബത്ത് ആൻ്റണിയുടെ ഈ വിഷയം എലിസബത്ത് ആൻ്റണിയുടെ മുന്നിലുണ്ട്. എന്നെ പോലത്തെ ഒരു ദല്ലാൾ പുറത്ത് ഇങ്ങനെ കാഴ്ചക്കാരനായി നിൽപ്പുണ്ടെന്നുള്ളത് എലിസബത്ത് ആൻ്റണിക്ക് അറിയാം. അജിത്താനോട് സംസാരിച്ചില്ല, അദ്ദേഹത്തോട് ഒരു വിഷയവും ഞാൻ സംസാരിച്ചില്ല. ഒരു തവണ ഒരു സൗഹാർദ്ദം സംഭാഷണത്തിനപ്പുറത്ത് ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. വിഷയം അറിയാമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. AK ആൻ്റണി വിഷയം അറിഞ്ഞിട്ടുണ്ട്. PJ കുര്യനും PT തോമസിനെ പോലെ AK ആൻ്റണിയുടെ ഇത്ര അനുയായികൾ ഇങ്ങനൊരു എന്നെ പോലത്തെ ഒരു ഈ അനിൽ ആൻ്റണി പറഞ്ഞ പോലെ മോഷ്ടാവും ക്രിമിനൽ കേസിൽ പ്രതിയും ഇതെല്ലാളുമായിട്ടൊരാളുമായിട്ട് ഡീൽ ചെയ്തെന്ന് പറയുമ്പോൾ പറയാതിരിക്കും അവർ? തീർച്ചയായും പറഞ്ഞിട്ടുണ്ടാവും. 100% അനിൽ ആൻ്റണി നടത്തിയ ഡീലുകൾ പുറത്തേക്ക് വരാൻ പോണെയാണ്. അതുകൊണ്ടല്ല ഞാൻ ഇന്ന് ഡൽഹിയിൽ വന്നതിൻ്റെ ഉദ്ദേശം, നിങ്ങളെ കണ്ട ഉദ്ദേശം ഇതിൻ്റെ കാലാകാലങ്ങളിൽ അനിൽ ആൻ്റണി ഡീൽ ചെയ്തവരും കാര്യം നടക്കാത്തവരും ഒക്കെ ഇറങ്ങി തുടങ്ങും ഇപ്പോൾ രംഗത്തേക്ക്. അങ്ങനെ പറയണേ എന്തിനാ? അങ്ങനെ ഞാൻ ചൊവ്വാഴ്ച തെളിവ് വെച്ച് കഴിയുമ്പോൾ ഞാൻ പറയും. ഡിഫൻസിൽ ഡീലൊന്നും കൺക്ലൂഡ് ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞ. AK ആൻ്റണി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ഒരു ഡിഫൻസ് ഡീലും നേരെ ചൊവ്വേ നടന്നിട്ടില്ലെന്നാണ് ഡൽഹി സംസാരം. ആകെ നടന്ന അഗസ്ത ഹെലികോപ്റ്റർ അദ്ദേഹം ഇപ്പോഴും ഉള്ളിലാണ്. അപ്പോൾ ആകെ നടന്ന ഡീൽ അതാണ്. അത് എനിക്കറിയില്ല. ആകെ നടന്ന ഡീൽ അതാണ്. ആ ഡീലിൻ്റെ ആൾ ഇന്നും തിഹാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ ചില ഡീലുകൾ നടക്കാണ്ട് വരുമ്പോൾ ഡയറക്ടർ ലെവലിലുള്ള നോട്ട്, GOM തീരുമാനം, മറ്റ് അജണ്ടകൾ, പ്രൊക്യൂർമെൻറ്റ്. അന്ന് ജ്ഞാനേഷ് കുമാർ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ, അന്ന് JS അക്യൂസേഷനാണ് ഡിഫൻസിൽ. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു ചോദിച്ചു എങ്ങനെയാണെന്ന്. അദ്ദേഹം പറഞ്ഞ് എനിക്കൊരു IAS കാരെന്നുള്ള പരിമിതിയുണ്ട്. അന്ന് അദ്ദേഹം JS അക്യൂസേഷനാണ് ഡിഫൻസ് പ്രൊഡക്ഷനിൽ. കാരണം പ്രൊക്യൂർമെൻറ്റ് ഫ്രം ഡിഫൻസ് പ്രൊഡക്ഷൻ. അതെല്ലാം ഞാൻ തിരക്കി. പിന്നെ താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ജ്ഞാനേഷിൻ്റെ അടുത്ത് ഞാൻ ഈ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീങ്ങുന്നുണ്ടോ എന്നുള്ളൊരു ഇൻഫർമേഷൻ പുള്ളി എനിക്കൊരു മിനിമം ഇൻഫർമേഷൻ തരാൻ കഴിഞ്ഞു. അങ്ങനെ കേരള കേഡറിൽ നിന്ന് വന്ന ആളായിരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അനിൽ ആൻ്റണിയുടെ അടുത്ത് അനിൽ ആൻ്റണിയെ ആക്സസ് ചെയ്യാൻ ആളുകൾക്ക് എളുപ്പമായിരുന്നു. കാരണം ഈ സിൻഡിക്കേറ്റ് വർക്ക് ചെയ്യും. ഈ ആൻഡ്രൂസ് ആൻ്റണിന്ന് ഞാനിപ്പോൾ പ്രൈം മിനിസ്റ്റർ പാതിരിമാരെ കൂടെ പോയി കണ്ട പിക്ചറിൽ പറഞ്ഞ ആൻഡ്രൂസ് ആൻ്റണി ബുക്കിംഗ് എടുക്കും, PJ തോമസ് അഡ്വൈസ് ചെയ്യും. PJ തോമസ് ഇതിനകത്ത് ഇൻവോൾവഡ് ആണെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഇൻവോൾവഡ് ആയതിനൊരു തെളിവില്ല. എന്നോട് വളരെ മാന്യമായാണ് പെരുമാറിയത്. PJ തോമസ് പറഞ്ഞ് ഞാൻ കൺസൾട്ടൻസിയാണ് നടത്തുന്നത്. ഇടപാടെന്ന് വെച്ചാൽ ഇവർ ഒരുമിച്ച് കൂട്ടിമുട്ടും. പറഞ്ഞു കേൾക്കണം. PJ തോമസിന് ഡീലിലുണ്ടല്ലോ, ഈ 3 പേരും കൂടിയാണ് ഒബ്രോയിൽ ഒരുമിച്ച് കൂടുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. PJ തോമസ് ഡീലിൽ ഇൻവോൾവഡ് എന്നല്ല ഞാൻ പറഞ്ഞത്. PJ തോമസ് പറഞ്ഞ് ഞാൻ കൺസൾട്ടൻസിയാണ്. അതിനുശേഷം ഞാൻ PJ തോമസായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. PJ തോമസിനോട് ഞാൻ പറഞ്ഞു, അനിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അനിൽ ഫോൺ റേഞ്ച് ഇല്ലാത്തടുത്ത് വയ്ക്കുന്നു, ഇതെല്ലാം മോശമാണ്. നമ്മളൊരു കംപ്ലയിൻറ്റ് പോയിട്ട് അപ്പോൾ PJ തോമസും എന്നെ സമാധാനിപ്പിച്ചാൽ പണം തരും. പക്ഷേ ഈ അനിൽ തന്നെ പറഞ്ഞു ഈ 25 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ ആൻഡ്രോസ് അല്ലാണ്ട് PJ തോമസ് ഒരു പൈസയും കൊണ്ടുപോയിട്ടില്ലെന്നും പറഞ്ഞു. ഈ 25 ലക്ഷം പേര് വിഭജിച്ച് സുപ്രീം കോടതി അദ്ദേഹത്തെ പിരിച്ചുവിട്ടത്. മതിയല്ലോ, ഒരു മാസത്തെ പീരീഡ് മതിയല്ലോ, ഒരാഴ്ചത്തെ പീരീഡ് പോരെ. പക്ഷെ നേരത്തെ കാരണം അദ്ദേഹം CVC ആയത് UPA കാലത്തല്ലേ. UPA പ്രമുഖനല്ലേ AK ആൻ്റണി. അപ്പോൾ AK ആൻ്റണി മകനോട്ട് അടുപ്പമുണ്ടാവേണ്ടിയിരിക്കണോ? അനിൽ ആൻ്റണി മൊത്തത്തിൽ
അതായത് വീശി പിടിക്കുകയായിരുന്നു അനിൽ ആൻ്റണി. അനിൽ ആൻ്റണി ആകെ ചെയ്തിരുന്നത് ഡിഫൻസ് ഫയലുകൾ, ഡിഫൻസ് മിനിസ്റ്റർ റെസിഡൻസിയിൽ വന്ന ഫയലുകൾ കാണിച്ചു കൊടുക്കും. പിന്നെ പഴംകുളം മധു എന്ന് പറഞ്ഞ KPCC ജനറൽ സെക്രട്ടറി പറഞ്ഞ ഒരു തുണ്ട് പേപ്പർ, തുണ്ടെന്തിനാ മൊബൈലിൽ ഫോട്ടോ എടുത്താൽ പോരെ? അദ്ദേഹം പറഞ്ഞു ഒരു തുണ്ട് പേപ്പർ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് കിട്ടൂലെന്ന്. തുണ്ടെന്തിനാന്ന് ഫോട്ടോ എടുത്താൽ പോരെ? നരേന്ദ്രമോദിയുടെ NDA വന്നതിന് മുമ്പ് ഡിജിറ്റലൈസേഷൻ ഉണ്ട് ഇന്ത്യയിൽ, ഇല്ലേ? ന്യൂ ജനറേഷൻ മൊബൈലും ഉണ്ട്.